9ഓളം വിഭാഗങ്ങളിലായി 700-ൽ വിദ്യാർത്ഥികൾ, 30-ൽ അധ്യാപകർ, നിരവധി ലാബ് അസിസ്റ്റന്റുമാർ ഒക്കെയായി കേരളത്തിലെ ബാച്ചുകളുടെ എണ്ണത്തിൽ തന്നെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സ്ഥാപനം. സ്വർണ്ണാരൂഢ ചടങ്ങും രാശിചക്ര പ്രദക്ഷിണവും താമ്പൂല പ്രശ്ന വിചിന്തനവും പ്രഥമാധികം തുടങ്ങി നിമിത്തങ്ങൾ കണ്ടറിഞ്ഞ് ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ ദേവീഹിതം പ്രഖ്യാപിക്കുന്ന ആ അഷ്ടമംഗല ദേഹപ്രശ്നം അറബുകാടിന്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതുകയുണ്ടായി. ഇവിടെ 4 പേർ വരെ വസിച്ചിരുന്ന ദേവി രാജ്ഞി ഭാവത്തിലായിരുന്നെങ്കിൽ ചക്രവർത്തിനി ഭാവത്തിലേക്ക് മാറുകയാണ് ദേവി. ആയതുകൊണ്ട് ദേവിയുടെ ജീർണമായ ആലയം പുതുക്കിപ്പെടുന്നേ മതിയാകൂ. ആ ചക്രവർത്തിനി ഭാവത്തിന് അനുസൃതമായ മാറ്റങ്ങൾ ഈ മണ്ണിൽ ഉളവാകണമെന്നായിരുന്നു ദേവിയുടെ കൽപ്പന. കരിമ്പനയ്ക്ക് ഇടിമിന്നൽ ഏൽപ്പിച്ച് അഗ്നിസംഭവ അടയാളമുദ്ര കാട്ടി നമ്മെ അറിയിച്ച ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീടുള്ള 4 നൂറ്റാണ്ടുകാലം നിത്യനിരന്തരമായ പരിശ്രമത്തിലൂടെ ഈ ശ്രീകോവിലിന്റെ പുനർനിർമ്മാണവും ഉപദേവതകളുടെയും ഉപാസനാമൂർത്തികളുടെയും പ്രതിഷ്ഠാകരണങ്ങളും ഗജമണ്ഡപത്തിന്റെ പുനർനിർമ്മാണവും സ്ഥാപനവും സമർപ്പണവും ചുറ്റമ്പല സമർപ്പണവും ഇത്യാദികൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 1997 അഷ്ടമംഗല ദേവപ്രശ്നം നടന്നത്. ഓഗസ്റ്റ് 2001 കൃഷ്ണശില പാലയിൽ കൊണ്ട് തീർത്ത ശ്രീകോവിൽ കാണാതാത്തൊരു സംഭവമായിരുന്നു. ഇത്രയധികം ഭക്ഷ്യസുന്ദരമായൊരു ശ്രീകോവിൽ നിർമ്മിച്ചൊരുക്കുന്നത് അത്ര ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. 2001 ശ്രീകോവിൽ നിർമ്മാണം നടന്നപ്പോൾ 2004 ആയപ്പോഴേക്കും ധ്വജപ്രതിഷ്ഠയുടെ 7 കൊണ്ടുണ്ട്. വാഹനത്തെ രക്ഷാധികാരിയാക്കി ദേവിയുടെ കുട്ടിലിനി ശക്തിയെ പ്രതിദാനം ചെയ്യുന്ന ആ ധ്വജസ്ഥാപനത്തിന് നേരെയായി ധ്വജപ്രതിഷ്ഠ നിർവഹിക്കുക സാധിക്കാവുന്ന യജ്ഞമാണ്. അറബുകാട് നിവാസികളും അറബുകാട് ക്ഷേത്രത്തിന്റെ ഉപാസകരും ദേവിയുടെ വാത്സല്യ ഭാചനങ്ങളും ഒക്കെ ഉണർന്നിട്ട് ക്ഷേത്രയോഗമുള്ളത്ര പ്രത്യേകതകളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സംഹാരാധിപനായ സാംബശിവം കേരളത്തിലെ സ്വകാര്യ ക്ഷേത്രങ്ങളുടെ ഭൂപടത്തിൽ ഏറ്റവും ഉയർന്ന സ്വർണ്ണ കൊടിമരത്തോടെ അങ്ങനെ അനുഗ്രഹീത അഭിനേത്രി ശ്രുതി രജനീകാന്ത്. ഈ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി പരിഗണിക്കുകയാണ്. ഫ്ലവേഴ്സ് ടിവിയിലെ പരമ്പരയിലൂടെ സുപരിചിതയായ അഭിനേത്രി ശ്രുതി രജനീകാന്ത് പവിത്ര ജ്യോതി പകർന്നു കൊടുക്കുന്നു. ഉണ്ണിക്കുട്ടൻ എന്ന സീരിയലിൽ ബാലതാരമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ അഭിനയ ജീവിതത്തിലൂടെ ഇന്ന് ലോകമെമ്പാടുമുള്ള
ക്ഷത്രിയ പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ ഒരു താരമായി വളർന്നിരിക്കുകയാണ് അമ്പലപ്പുഴക്കാരി കൂടിയായ ഈ അന്വേഷണ കൗണ്ടറിൽ ഏൽപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിരിക്കുന്നു. കിഴക്കേ നടയിൽ എവിടെയോ. ലഭിക്കുന്നവർ അന്വേഷണ കൗണ്ടറിൽ ഏൽപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു.
ശ്രീകണ്ഠേശ്വര ശശി അറവുകാട് ഭഗവതി സേവാ സംഘത്തിന്റെ ചുക്കുവെള്ള വിതരണവും സംഭാര വിതരണവും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഭഗവതി സേവാ സംഘത്തിന്റെ ചുക്കുവെള്ള വിതരണവും സംഭാര വിതരണവും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത്, അറവുകാടമ്മ ഡെക്കറേഷൻസിന്റെ സംഭാര വിതരണം പടിഞ്ഞാറെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻഭാഗത്ത്, CITU അറവുകാട് യൂണിയന്റെ സംഭാരം കാണിക്ക മണ്ഡപത്തിന്റെ സമീപം. ഏതാനും സംഘടനകളുടെ ആഭിമുഖ്യത്തിലുള്ള ദാഹജല വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം 60ഓളം മന്ത്ര പുരോഹിതന്മാർ കാർമ്മികരായി പങ്കെടുത്തു. 28 ദിവസക്കാലം തുടർച്ചയായി അന്നദാനവും അർച്ചന ഹവനാദികളും നടന്നു. രാവിലെയും ഉച്ചയ്ക്കും അപരാഹ്നത്തിലും രാത്രിയിലും 10,000-കണക്കിന് ഭക്തജനങ്ങൾക്ക് നിത്യേന അന്നദാനം നടത്തിയ ഒരു മഹാസംഭവം കേരളത്തിലാണ് നമ്മളുടെ കോടിയർച്ചനയ്ക്ക് ഭദ്രദീപം കൊളുത്തിയത്. അനുഗ്രഹ വചനങ്ങൾ നിർവഹിച്ചു എന്നുള്ളത് ചരിത്രമാണ്. 3000-ഓളം പേർക്കായിരുന്നു അന്ന് പ്രഭാത ഭക്ഷണം. രാവിലെ 5000 തൊട്ട് 8000 പേർ വരെ ഉച്ചഭക്ഷണത്തിൽ തിന്നു. ലോക സീറ്റുകളിൽ പ്രമുഖനായ ഗണേശനാചാരിയാണ് 52 അടിയോ ക്ഷേത്ര പ്രസക്തരായ ഭരണാധികാരികളും ഒക്കെ ചേർന്ന് പ്രയത്നിച്ചതിന്റെ പരിണത ഫലമായിട്ടാണ് അറവുകാട് എന്ന ഈ മഹാക്ഷേത്രം ഇന്ന് നാം കാണുന്ന രൂപത്തിൽ നിലകൊള്ളുന്നത്. പൊങ്കാല അടുപ്പുകളിൽ നിന്ന് നൈവേദ്യക്കിഴങ്ങൾ മാറ്റുവാൻ പാടുള്ളൂ. ആദിപരാശക്തി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതൊരു ശുഭകാര്യങ്ങൾ നമ്മൾ ലക്ഷ്യപ്രാപ്തിക്കായി ചിന്തിക്കുമ്പോഴും ആദ്യപൂജകനെ അഭയം പ്രാപിക്കുന്നത് പോലെ തന്നെ ആദിപരാശക്തിയുടെയും കാൽകൊണ്ട് വന്ദിക്കണം. രാവണ യുദ്ധത്തിന് മുമ്പ് ശ്രീരാമൻ ചെയ്തത് തന്നെയാണ് ദുർഗാപൂജ നിർവഹിച്ചു. എന്തിന്? യുദ്ധവിജയത്തിനായി, ആഗ്രഹ സാഫല്യത്തിനായി, ഭർത്താവിനെ രക്ഷിക്കുവാൻ വേണ്ടിയല്ലേ. കാവേരിപ്പൂർ പട്ടണത്തിലെ ആ കഴുകിയ കണ്ടകി തന്റെ ഒറ്റച്ചിലപ്പ് ിന്റെ തീരത്ത് സ്വീകരിച്ചതിന്റെ അനുസ്മരണമാണ് അവിടുത്തെ പൊങ്കാല. തിരുവല്ല വാഴവക്കോട്ടിലേക്ക് പ്രതിഷ്ഠാവാർഷിക മഹോത്സവത്തിന് അദ്ദേഹത്തോടൊപ്പം വസ്ത്രങ്ങൾ നീ പതരാതെ ശ്രദ്ധിക്കുക. പൊങ്കാല സമർപ്പണത്തിന്
കവുങ്ങിൻ തൂക്കിലെ ആ തീർത്ഥം കളിച്ച് അങ്കനമാരുടെ നൈവേദ്യ കടകളിലേക്ക് എഴുന്നള്ളിയെത്തി പുരോഹിത വർഗം ദേവീങ്കലേക്ക് ആ ഇഷ്ടനൈവേദ്യം സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കെ അവരവരുടെ പൊങ്കാല അടുപ്പുകൾക്ക് സമീപം തന്നെ നിറവേറ്റിക്കുവാൻ മുഴുവൻ ഭട്ടാങ്കന്മാരോടും അഭ്യർത്ഥിക്കുന്നു. സഹായിച്ചതായി പറയുന്നു. പാതിവൃത്യം കൊണ്ട് യവനീയം കീഴടക്കിയ സാവിത്രി, ഇതൊക്കെ നമ്മളുടെ പുരാണങ്ങളിലെ സ്ത്രീ ശക്തിയെ എടുത്തുയർത്തുന്ന മഹത്തായ കഥാപാത്രങ്ങളാണ്. എന്തിന് അർദ്ധനാരീശ്വര സങ്കല്പം തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. ഇപ്പോൾ ആധുനികരായ നമ്മൾ പലരും അഭിപ്രായപ്പെടുന്നു സ്ത്രീ പുരുഷ സമത്വം. യുഗങ്ങൾക്ക് മുൻപ് തന്നെ സനാതന ധർമ്മം മുന്നോട്ട് വെച്ചതാണ് അർദ്ധനാരീശ്വര സങ്കല്പം എന്ന മഹാപുരുഷ. സ്ത്രീയും പുരുഷനും സമഭാവനയോടെ തുല്യമെന്ന് വിളിച്ചോടുന്ന ഇത്രമേ ഉദാത്തമായ ഒരു ആരാധനാ സങ്കല്പം മറ്റൊന്നുണ്ടോ? അത് ഈ സമീപകാലത്ത് ആരെങ്കിലും ആവിഷ്കരിച്ചതാണോ? അർദ്ധനാരീശ്വര സങ്കല്പത്തേക്കാൾ മഹത്തരമായ മറ്റേത് സ്ത്രീ പുരുഷ സമത്വ ദർശനമാണ് നമുക്ക് ഈ ലോകത്ത് കാണുവാൻ സാധിക്കുന്നത്. പൊങ്കാല മഹോത്സവവും സ്ത്രീ ശക്തിയുടെ ചുവട് പിടിച്ച് സ്ത്രീ സമൂഹം മാത്രം സമർപ്പിക്കുന്ന സ്ത്രീ സഞ്ചയത്തിന്റെ പരിപാടി. എത്ര നാര്യസ്ഥ ചോദ്യത്തെ ജനന്തീയത്ര ദേവത എന്ന് വിളിച്ചോടിക്കൊണ്ട്, സ്ത്രീ മൂലം സർവധർമ്മമെന്ന് വിളിച്ചോടിക്കൊണ്ട് അറവുകാട് അമ്മയുടെ പ്രതിരൂപങ്ങളായ അങ്കനാവൃതം തിരുനടയിൽ അർപ്പിക്കുന്ന വഴിപാടാണ് പൊങ്കാല. ഇക്കൊല്ലത്തെ പൊങ്കാലയുടെ പരിസമാപ്തി കുറിക്കുന്ന സുമുഹൂർത്തമാണിപ്പോൾ. ശാന്തി വര്യന്മാർ കവുങ്ങിൻ പൂക്കലയാൽ തീർത്ഥം തളിച്ച് നേദിച്ച് പൊങ്കാല ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിച്ചു കഴിഞ്ഞാൽ അടുപ്പുകൾ അണച്ച് തിരികെ മടങ്ങേണ്ടതാണ്. അതുപോലെ